ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ പീരിയഡ്സ് ഏളിയാക്കുന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന്. ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളായി എന്ന് പറയാൻ കാരണം അത് 100% റിസൾട്ട് തരുന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു വീഡിയോ, പീരിയഡ്സിനെ ഏളിയാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് നമ്മൾ പീരിയഡ്സ് ഏളിയാക്കുന്നത് ഇറഗുലറായിട്ടുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേറെ തൈറോയിഡിൻ്റെ പ്രശ്നം, ഹോർമോൺ ഇംബാലൻസ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഡോക്ടറെ കണ്ട് അന്വേഷിച്ചിട്ട് വേണം കേട്ടോ ഇങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ ഈ തൈറോയിഡിൻ്റെ പ്രശ്നമുള്ള ആൾക്കൊക്കെ മാസത്തിൽ ചിലപ്പോൾ 2-3 മാസം കൂടിയിട്ടോ അങ്ങനെയൊക്കെയാണ് പീരിയഡ്സ് വരാറ്. ഹോർമോൺ ഇംബാലൻസ് ഇല്ലാത്തപ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ വരാറ്. അപ്പോൾ അതിൻ്റെയൊക്കെ ടാബ്ലറ്റ് കഴിച്ച ശേഷം മാത്രമേ ഈ പീരിയഡ്സൊക്കെ റെഗുലർ ആവുള്ളൂ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ടുള്ള കാര്യം, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പീരിയഡ്സ് ഏളിയാക്കാനുള്ള വേറൊരു ടിപ്പായിട്ടാണ്. ഇത് ഞാൻ ഉത്സവ സീസൺ അങ്ങനെയൊക്കെ വരുമ്പോൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് 100% റിസൾട്ട് തന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാനിത് വീഡിയോയിലേക്ക് വന്നത്. അപ്പോൾ ഇതിന് 2-3 കാര്യങ്ങൾ വേണ്ടു. ഒന്ന് മഞ്ഞൾപ്പൊടി, പിന്നെ ഒന്ന് ചൂടുവെള്ളം, ഇളം ചൂടുവെള്ളം, പിന്നെ ഒരു ഗ്ലാസ്, പിന്നെ അത്യാവശ്യത്തിന് സ്പൂൺ, അത് മാത്രമേ വേണ്ടൂ. പിന്നെ കുടിക്കാൻ നമ്മളും തയ്യാറാക്കണം കേട്ടോ. ഭയങ്കര എന്നറിയാം ഒരു രസമില്ലാത്തൊരു വെള്ളമാണ് കലക്കിയിട്ട് തരിക. അത് കുടിച്ചേ പറ്റൂ. ഇങ്ങനെ കുടിച്ചാൽ മാത്രമേ നമ്മൾ പീരിയഡ്സ് ഏളിയാകുള്ളൂ. അപ്പോൾ ഇതാ നമ്മളൊരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഗ്ലാസ് നിങ്ങൾക്ക് ഏത് ഗ്ലാസ് വേണമെങ്കിൽ എടുത്തോ, അത് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ചൂടുവെള്ളമാണ് എടുക്കുന്നത് കേട്ടോ. ചൂടുവെള്ളം ഒരു ഗ്ലാസിൻ്റെ പകുതിയോളം എടുക്കുക കേട്ടോ. പകുതിയോളം മതിയാവും. ഞാൻ പകുതിയാണ് എടുക്കാറ് കേട്ടോ. ഒരു ഗ്ലാസിൻ്റെ പകുതി വെള്ളം എടുക്കാം. ഇളം ചൂടുവെള്ളമാണ് ഞാൻ കുടിച്ച് കാണിക്കുന്നത്. ഇളം ചൂടുവെള്ളമാണ്. നമ്മളൊരു ഗ്ലാസിൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ എടുത്തതിന് വേഗം പീരിയഡ്സ് വരുന്നതെന്ന് ആരും വിചാരിക്കേണ്ട. ഒരു ഗ്ലാസിൻ്റെ പകുതി മാത്രമേ എടുക്കണ്ടൂ, അതിൽ കൂടുതൽ എടുക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള കാര്യം ഇനിയാണ് മഞ്ഞൾ പൊടിയാണ് നമ്മളിതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ഇതിലൊറ്റ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർക്കുന്നുള്ളൂ, മഞ്ഞൾ പൊടി. അത് നമ്മൾ മഞ്ഞൾ പൊടി ഒരു 1-2 ടേബിൾ സ്പൂണ്, ഒന്നും മതിയാകില്ല, 2-3 വേണ്ടി വരും. നന്നായിട്ടൊന്ന് കലക്കുക. നമ്മൾ ഈ കുഴമ്പ് പരിവാവില്ലേ, നമ്മളെ പേസ്റ്റ് പോലത്തെ പരുവത്തിലാകണം. എന്നാൽ മാത്രമേ ഇത് കുടിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ മഞ്ഞൾ പൊടി നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്ത്, ഈ ഇളം ചൂടുവെള്ളത്തിൽ മഞ്ഞൾ പൊടി നന്നായിട്ട് മിക്സ് ചെയ്യുക. 2-3 സ്പൂണ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മഞ്ഞൾ പൊടി ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ പീരിയഡ്സിന്. ഇപ്പോൾ പീരിയഡ്സ് പെയിന് കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊരു സ്പൂൺ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ മഞ്ഞൾ നന്നായിട്ടൊന്ന് അരിഞ്ഞ് ചേരണം, അല്ലെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക ഒരു പതപോലെ മുകളിൽ തന്നെ കിടക്കും. അപ്പോൾ അങ്ങനെ പറ്റില്ല. നമ്മളിത് ഫുള്ള് വെള്ളത്തിലായ ഇളം ചൂടുവെള്ളത്തിൽ നന്നായിട്ട് മിക്സാണ്. എന്നാൽ മാത്രമേ നമ്മൾ ഇത് കുടിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഇത് പിണ്ടി മാത്രം ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മൾ കുടിക്കുകയാണ്. ഇത് നമ്മൾ രാവിലെ എണീറ്റതിന് ശേഷം അല്ലെങ്കിൽ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പോ നമ്മളിത് കൊടുക്കുക. എന്തായാലും പീരിയഡ്സ് വരുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. നിങ്ങൾക്ക് ഏത് പീരിയഡ്സ് വേണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.